നമസ്കാരം. പ്രധാന വാർത്തകൾ. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെന്ന സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. $103 കുപ്പി മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. കുന്നംകുളം പഴഞ്ഞിയിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച വീട്ടമ്മ മരിച്ചു. വാർത്തകൾ വിശദമായി. പെരിഞ്ഞനത്ത് ഭക്ഷ്യവിഷബാധയെന്ന് സംശയം. ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ട നിരവധി വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ ചികിത്സ തേടി. പെരിഞ്ഞനം RMVHS സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയത്. 23 പേരാണ് കുറ്റിലക്കടവ് ആശുപത്രിയിൽ എത്തിയത്. സ്കൂളിൽ കഴിഞ്ഞ ദിവസം നടന്ന യാത്രയയപ്പ് ചടങ്ങിൽ ഭക്ഷണം കഴിച്ചവർക്കാണ് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ടത്. ചടങ്ങിനായി പുറത്തെ ഒരു സ്ഥാപനത്തിൽ നിന്നും കൊണ്ടുവന്ന ബിരിയാണിയാണ് വിതരണം ചെയ്തത്. ഇതോടൊപ്പം ഐസ്ക്രീമും പഫ്സും വിതരണം നടന്നിരുന്നു. ഇന്ന് പുലർച്ചെ മുതലാണ് കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെട്ടത്. ആരോഗ്യ വിഭാഗം ഭക്ഷണം പാകം ചെയ്ത സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗവും പരിശോധന നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. നമ്മുടെ ഇവിടെ 23 കുട്ടികളാണ് രാവിലെ ട്രീറ്റ്മെന്റായിട്ട് വന്നിട്ടുണ്ടായത്. വയറിളക്കവും ഛർദിലുമായിട്ട്. അതിലിപ്പോൾ 5 പേര് ഒബ്സർവേഷനിലുണ്ട്. ബാക്കിയുള്ളവർ ട്രീറ്റ്മെന്റ് എടുത്ത് പോയി. പിന്നെ ഈ പെരിഞ്ഞനം പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്നിട്ടുള്ളത്. പിന്നെ കൊടുങ്ങല്ലൂരും ബാക്കി പ്രൈവറ്റ് ആശുപത്രിയിലും പോയിട്ടുണ്ടെന്നാണ് അറിവ് കിട്ടിയത്. ഉച്ചയ്ക്ക് ശേഷം ഫുഡ് ആൻഡ് സേഫ്റ്റിക്കാർ വരും. സ്കൂളിൻ്റെ വാട്ടർ സാമ്പിളും കളക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളെ ഈ കാറ്ററിംഗ് സർവീസ് ബിരിയാണി ഏൽപ്പിച്ചു എന്ന് പറയുന്ന അവരുടെ വാട്ടർ സാമ്പിൾ കളക്ട് ചെയ്തിട്ട് ടെസ്റ്റിന് അയക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിലേക്ക്. സംഭവം അറിഞ്ഞ് മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ്, മറ്റ് ജനപ്രതിനിധികളും ആശുപത്രിയിൽ എത്തിയിരുന്നു. 103 കുപ്പി മദ്യവുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. 1-ാം തീയതിയിലും മറ്റു ഡ്രൈഡേ ദിവസങ്ങളിലും രഹസ്യമായി മദ്യം സൂക്ഷിച്ചു വെച്ച അമിത വിലയ്ക്ക് അനധികൃത വിൽപ്പന നടത്തുന്നയാളെ എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി. മതിലകം പൂവത്തും കടവ് തെക്ക് നാളിയാട്ട് വീട്ടിൽ ഷമിദിനെയാണ് കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ M ശ്യാംനാഥും സംഘവും പിടികൂടിയത്. ഇയാളുടെ കൈവശത്തു നിന്നും വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന 103 കുപ്പി മദ്യവും പിടിച്ചെടുത്തു. എക്സൈസ് പരിശോധന ഭയന്ന രഹസ്യമായി വീടിന് പുറകിൽ രഹസ്യാറ ഉണ്ടാക്കിയാണ് ഇയാൾ മദ്യം സ്റ്റോക്ക് ചെയ്തിരുന്നത്. സമീപത്തു നിന്നും മുൻപും ഇത്തരം അനധികൃത മദ്യവിൽപ്പന കേസുകൾ എക്സൈസ് പിടികൂടിയിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. എക്സൈസ് സംഘത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ AV മോയിഷ്, PR സുനിൽകുമാർ, പ്രിവന്റീവ് ഓഫീസർമാരായ KS മന്മഥൻ, അനീഷ് E പോൾ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ T രാജേഷ്, AS റിഹാസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ EG സുമി എന്നിവരും ഉണ്ടായിരുന്നു. കുന്നംകുളം പഴഞ്ഞി അമിത വേഗത്തിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. അയനൂർ ചീനിക്കൽ അമ്പലത്തിന് മുൻപിൽ അമിത വേഗതയിലെത്തിയ ബൈക്കിടിച്ച് വീട്ടമ്മ മരിച്ചു. പഴഞ്ഞി സ്വദേശിനി ആശാരി വീട്ടിൽ രാജേന്ദ്രന്റെ ഭാര്യ 50 വയസ്സുള്ള ജയശ്രീയാണ് മരിച്ചത്. ബൈക്ക് യാത്രികരായ 2 യുവാക്കൾക്ക് പരിക്കേറ്റു. വടക്കേക്കാട് സ്വദേശികളായ വെട്ടിശ്ശേരി വീട്ടിൽ 20 വയസ്സുള്ള ഹരി, സുഹൃത്ത് അമൽ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ 9:30യോടെയാണ് അപകടം ഉണ്ടായത്. പഴഞ്ഞി ഭാഗത്തു നിന്നും കല്ലുംപുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്ക് അമിത വേഗതയിലെത്തി റോഡ് മുറിഞ്ഞു കടക്കുകയായിരുന്ന വീട്ടമ്മയെ ഇടിക്കുകയായിരുന്നുവെന്ന് പറയുന്നു. ഇടിയുടെ ആഘാതത്തിൽ തെറിച്ച വീട്ടമ്മയുടെ തല സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് സംഭവ സ്ഥലത്ത് തന്നെ മരണം സംഭവിച്ചു. കരിക്കാട് നന്മ ആംബുലൻസ് പ്രവർത്തകർ സ്ഥലത്തെത്തി മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. അപകടത്തെ തുടർന്ന് കുന്നംകുളം സബ് ഇൻസ്പെക്ടർ രാജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം ചൊവ്വന്നൂർ വിളക്കുംതറയ്ക്ക് സമീപം ഇന്ന് രാവിലെ 8:30ഓടെയാണ് കടക്കച്ചാൽ ഗണേശൻ എന്ന ആന ഇടഞ്ഞത്. വിളക്കുംതറയ്ക്ക് സമീപത്ത് വെച്ച് 2ാം പാപ്പാനെ തുമ്പിക്കൈ കൊണ്ട് അടിച്ചിട്ട ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ട് തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറുകയായിരുന്നു. എന്നാൽ ആന പാപ്പാൻ കയറിയ വീടിന് മുന്നിൽ 20 മിനിറ്റ് നേരം നിലയുറപ്പിച്ചു. നാട്ടുകാരിൽ ഒരാൾ കുന്നംകുളത്തായിരുന്ന 1ാം പാപ്പാനെ സ്ഥലത്തെത്തിച്ചതോടെ ആന ശാന്തനായി. 72 ലിറ്റർ വിദേശമദ്യവുമായി ഒരു സ്ത്രീയടക്കം 2 പേരെ ഇരിഞ്ഞാലക്കുട എക്സൈസ് പിടികൂടി. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് മാഹയിൽ നിന്നും കാറിൽ കടത്തിക്കൊണ്ടുവന്നിരുന്ന വിദേശ മദ്യം പിടികൂടിയത്. കൊടകര പാലത്തിന് സമീപത്തു നിന്നും വ്യാഴാഴ്ച രാവിലെയാണ് എക്സൈസ് ഇവരെ പിടികൂടിയത്. കോഴിക്കോട് സ്വദേശികളായ മലാപ്പറമ്പ് പാറപ്പുറത്ത് വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയേൽ, കുറ്റിച്ചിറ സ്വദേശിനി വലിയകത്ത് വീട്ടിൽ 45 വയസ്സുള്ള സാഹിന എന്നിവരെയാണ് പിടികൂടിയത്. പരിശോധനകൾ ഒഴിവാക്കുവാനായി ദമ്പതികളെന്ന് തോന്നിക്കുന്ന രീതിയിൽ വീട്ടിൽ ധരിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് സ്ത്രീ വാഹനത്തിലുണ്ടായിരുന്നത്. ഇന്ന് രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ 72 ലിറ്റർ മാഹ്യമദ്യവുമായ ഒരു വാഹനം പിടികൂടി കേസെടുത്തിട്ടുണ്ട്. അതിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊടകര വെച്ചാണ് പിടികൂടിയത്.
അപ്പോൾ മാഹിയിൽ നിന്ന് കടത്തിക്കൊണ്ടുവരുന്ന മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് വിൽപ്പന നടത്താനോ കൊണ്ടുവരാനോ പാടില്ലാത്ത മദ്യമാണ് പിടികൂടിയിട്ടുള്ളത്. ഇപ്പോൾ പ്രതികളെ നടപടികൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കുന്നതാണ്. ഡാനിയൽ എന്നാണ് ഒന്നാം പ്രതിയുടെ പേര്, സാഹിന എന്നാണ് രണ്ടാം പ്രതിയുടെ പേര്. രണ്ടുപേരും കോഴിക്കോട് സ്വദേശികളാണ്. അവർ ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പരിശോധിച്ച് വരികയാണ്. ഇപ്പോൾ രാവിലെ കേസെടുത്തേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ പോലീസിലോ മറ്റു ഏജൻസി നമ്മുടെ എക്സൈസിൻ്റെ തന്നെ മറ്റു ഓഫീസുകളിലോ കേസുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ച് വരികയാണ്. അത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ജില്ലയിൽ നമ്മുടെ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഇരിങ്ങാലക്കുട എക്സൈസ് പാർട്ടി എന്നിവർ സംയുക്തമായി രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കേസ് കണ്ടെടുത്തിട്ടുള്ളത്. പരിശോധന ഊർജിതമായി തുടരും. രഹസ്യ നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പരിശോധനകൾ ഊർജിതമായി തുടരും. അപ്പോൾ നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ അടുത്ത് വരികയാണ്. അപ്പോൾ അതിന് മുൻകൂട്ടി കണ്ടുകൊണ്ട് അതിൻ്റെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. 9 കേസുകളിലായാണ് 72 ലിറ്ററോളം 3 ബ്രാൻഡുകളിലായുള്ള മദ്യം ഉണ്ടായിരുന്നത്. മദ്യം കടത്താൻ ഉപയോഗിച്ചിരുന്ന ടൊയോട്ട എത്തിയോസ് എന്ന കാറും എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട എക്സൈസ് ഓഫീസിലെത്തിച്ച പ്രതികളുടെ ചിത്രം പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് ആത്മഹത്യാ ഭീഷണിയും സ്ത്രീ മുഴക്കിയിരുന്നു. പ്രതികളുടെ ക്രിമിനൽ പശ്ചാത്തലവും എവിടേക്കാണ് മദ്യം എത്തിച്ചിരുന്നതെന്നും ഉൾപ്പെടെയുള്ളവ ചോദ്യം ചെയ്തു വരികയാണെന്ന് തൃശൂർ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സതീഷ് കുമാർ PK പറഞ്ഞു. മതകത്തിന്റെ വോളിബോൾ ആവേശം പുലർത്തുവാനും പുതിയ തലമുറയെ വളർത്തിയെടുക്കുവാനും ലക്ഷ്യമിട്ട് സജ്ജമാക്കിയ ഫ്ലഡ് ലൈൻ ഗ്രൗണ്ട് നാടിന് സമർപ്പിച്ചു. UAE വോളിബോൾ ലവേഴ്സ് ഭാരവാഹിയും മതിലകം സ്വദേശിയുമായ ഷഫീർ കുറ്റിക്കാട്ടിൽ തന്റെ പിതാവ് സഖാവ് കേരളീയൻ എന്ന കുഞ്ഞുമൊയ്തീന്റെ സ്മരണാർത്ഥം സമ്മാനിച്ച ഫ്ലഡ് ലൈറ്റ് സംവിധാനത്തിന്റെ സ്വിച്ച് ഓൺ പഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ നിർവഹിച്ചു. വോളിബോളിന്റെ ഈറ്റില്ലമാണ് മതിലകം. പക്ഷേ പഴയ കാലങ്ങളിൽ ഇതുപോലുള്ള സൗകര്യങ്ങളൊക്കെ ഇല്ലാത്തത് കൊണ്ടാവാം നമ്മുടെ സഹോദരന്മാരടക്കമുള്ള ഒരുപാട് വോളിബോൾ താരങ്ങളായിട്ട് മാറണം. സംസ്ഥാന തലത്തിലോ മറ്റുള്ള തലത്തിലോ ഉയർന്നു വരാനായിട്ട് അവർക്കാർക്കും സാധിച്ചില്ല. അപ്പോ ഇപ്പൊ ഷഫീർ എനിക്ക് തോന്നുന്നു വാപ്പ മരണപ്പെട്ട സമയത്തും അവൻ നാട്ടിലേക്ക് കളിക്കാൻ വന്നിട്ട് ഏതോ കോഴിക്കോട് ഏതോ സ്ഥലത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് വാപ്പയുടെ മരണം ഉണ്ടായിരുന്നത്. അപ്പോ അങ്ങനെയുള്ള ഇപ്പൊ നിസാറ് എപ്പോഴും കാണാം. ഇപ്പൊ ഇവിടെ ഒരുപാട് ക്ലബ്ബ് നിസാർ എപ്പോഴും 2 കുട്ടികളെ വോളിബോളിന്റെ പരിശീലന അവർക്ക് കളിക്കാനായിട്ട് സ്ഥലമില്ലെന്ന് പറഞ്ഞ് പഞ്ചായത്തിന്റെ മുൻപിൽ തന്നെയാണ് അവന് എപ്പോഴും ഞാനായിട്ട് എപ്പോഴും അടിപിടി കൂടാറുണ്ട്. കളിക്കാൻ സ്ഥലമില്ല, മറ്റു സൗകര്യങ്ങളൊന്നും ഞങ്ങൾക്ക് നൽകുന്നില്ല എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ഒരുപാട് കുട്ടികളെ കാണാം. അവർക്ക് നല്ല രീതിയിൽ പരിശീലനം നൽകി ദേശീയ തലത്തിലേക്ക് ഞങ്ങൾ ഇവരെ എത്തിക്കും എന്നുള്ളൊരു തലത്തിലാണ് അവന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുക. കെ സാജു ലൂയിസ് അധ്യക്ഷത വഹിച്ചു. ഫാദർ ജോയ് പീണിക്കപ്പറമ്പിൽ ഫലകം അനാച്ഛാദനം ചെയ്തു. പഞ്ചായത്തിനൊക്കെ വലിയ റോള് കളിക്കാനുണ്ട്. പക്ഷെ അവർ പ്ലാനൊന്നും നോക്കണില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കേന്ദ്ര ഗവൺമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനൊക്കെ ഇഷ്ടംപോലെ പദ്ധതികളുണ്ട്. പക്ഷെ അത് പഠിക്കണം. പഠിച്ചു കഴിഞ്ഞാൽ നാട്ടില് ഡെവലപ്പ് ചെയ്യാനുള്ള ഫണ്ടൊക്കെ ഗവൺമെന്റ് ഭാഗത്തുണ്ട്. പക്ഷെ പഞ്ചായത്തിലെ ആളുകൾ അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ നല്ല കളിക്കാരുണ്ട്, പക്ഷെ സൗകര്യങ്ങൾ ഒരുക്കണില്ല എന്നുള്ളതാണ്. നല്ല സൗകര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ താരങ്ങൾ നമ്മുടെ ഈ മണ്ണിൽ നിന്നുണ്ടാകും. ഇവിടെ നല്ല വളക്കൂറുള്ള മണ്ണാണ് വോളിബോളിന്. അപ്പൊ അതുകൊണ്ട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ എല്ലാ പ്രോത്സാഹനവും നാട്ടുകാർ ചെയ്യണം. അല്ലെങ്കിൽ കുട്ടികൾ വെള്ളടിക്കും, കഞ്ചാവടിക്കും. അതിൽ നിന്നൊക്കെ കുട്ടികൾ ഒരുമിച്ച് കൂടാനും സൗഹൃദമൊക്കെ പുതുക്കിയെടുക്കാനും ഒക്കെ ഏറ്റവും പറ്റിയ വേദി കളിക്കളങ്ങളാണ്. ആ കളിക്കളങ്ങളെ പ്രോത്സാഹിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാവരും കൂടി ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ഇവരിപ്പോൾ കളിക്കുന്നുണ്ട്, ഈ കളിക്കാർക്ക് ജോലിക്കാരാവും. ഗവൺമെന്റ് ജോലിക്കാരാകുമ്പോൾ നിങ്ങൾ തിരിഞ്ഞു നോക്കാതിരിക്കരുത്. നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കാൻ ഈ വോളിബോൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭാവി തലമുറയ്ക്ക് ചെയ്തു കൊടുക്കാനുള്ള വലിയ ഉത്തരവാദിത്വം. അതിന്റെ ഭാഗം തന്നെയാണ് ഷഫീറിന്റെ ബാപ്പയുടെ പേരിൽ ഈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ വോളിബോൾ താരങ്ങളായിരുന്ന അൻവർ ഹുസൈൻ, പ്രജോദ്, ഗോപിദാസ്, പ്രദീപ് മതിലകം എന്നിവരെ ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് സാംബശിവൻ, ജില്ലാ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ടി വിവേകാനന്ദൻ എന്നിവർ ആദരിച്ചു. ഫ്ലഡ് ലൈറ്റിനു വേണ്ടി മുന്നിൽ നിന്ന് പ്രയത്നിച്ച KA നിസാറിനെയും ചടങ്ങിൽ ആദരിച്ചു. സുനിൽ P മേനോൻ, KY അസീസ്, KA നിസാർ എന്നിവർ സംസാരിച്ചു. മതിലകം ന്യൂ വോളിയും ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജും തമ്മിലുള്ള പ്രദർശന മത്സരവും ജില്ലാ സ്പോർട്സ് കൌൺസിൽ വോളിബോൾ ടെക്നിക്കൽ കമ്മിറ്റിയുടെ ജില്ലാ യൂത്ത് വനിതാ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളും അരങ്ങേറി.
കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ സംഘടിപ്പിച്ച അവകാശ സംരക്ഷണ ജാഥയ്ക്ക് വലപ്പാട് മേഖലാ കമ്മിറ്റി സ്വീകരണം നൽകി. കയ്പമംഗലം ബുസ്താൻ അറബിക് കോളേജിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA മുഹമ്മദ് റഷീദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേക രാഷ്ട്രീയം ഒന്നുമില്ലെങ്കിലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഉൾക്കൊള്ളുന്ന ഒരു വലിയ അധ്യാപക വിഭാഗത്തിന്റെ നീതി ഉറപ്പുവരുത്താനുള്ള പോരാട്ടം എല്ലാ കാലത്തും കൊടിയുടെയും നിറത്തിന്റെയും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെയും നിറം നോക്കാതെ അവരുടെ പ്രത്യയശാസ്ത്രം നോക്കാതെ ഇടപെടുന്ന ഒരു വലിയ അധ്യാപക സംഘടനയാണ്. അത് നമുക്ക് ഹൃദയത്തോട് ചേർത്ത് വെച്ച് പറയാൻ കഴിയും. ഇവർക്ക് ന്യായമായി കിട്ടേണ്ട DA വലിയ കുടിശ്ശികയാണ്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ആയിരക്കണക്കിന് രൂപ കുടിശ്ശിക വരുമ്പോൾ ഉണ്ടാകുന്ന ജീവിതഭാരത്തെ കുറിച്ച് നമുക്കറിയാം, ഊഹിക്കാവുന്നതേ ഉള്ളൂ. DA കുടിശ്ശിക ഒരു ഭാഗത്താണ്. കുട്ടികുടിശ്ശിച്ചാണ് മെഡിസിപ്പ് തുടങ്ങി വെച്ചത്. എല്ലാ മാസത്തെയും ശമ്പളത്തിൽ നിന്നും അധ്യാപകർ അവന്റെ മക്കൾക്ക്, അവന്റെ കുടുംബത്തിന്, അവരുടെ ജീവിത പുരോഗതിക്ക് ചെലവഴിക്കേണ്ട പണത്തിൽ നിന്നും മെഡിസിപ്പിന് വേണ്ടി പണം ഗവൺമെന്റ് പിടിച്ചു വെക്കുകയും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രി പോലും മെഡിസിപ്പിന്റെ ലിസ്റ്റിൽ ഇല്ലെന്ന് മാത്രമല്ല, രണ്ടാം കിടയും മൂന്നാം കിടയുമായി പറയുന്ന സ്ഥാപനങ്ങളിൽ മെഡിസിപ്പ് ഉണ്ട് എന്ന് പ്രതീക്ഷിച്ച് ഒരു അധ്യാപകൻ ചെന്നാൽ അവന്റെ ചികിത്സ ലഭിക്കാതെ പോവുകയും ചെയ്യുന്ന, സ്വന്തം ശമ്പളത്തിൽ നിന്നും വീണ്ടും ചികിത്സക്ക് പണം കൊടുക്കേണ്ടി വരുന്ന ഗതികേടുള്ള ഒരു വിഭാഗമായി ഇവർ മാറി. MA സാദിഖ് അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന സെക്രട്ടറി മൻസൂർ മാടമ്പാട്ട പ്രമേയാവതരണം നടത്തി. MA ഫൈസൽ, കബീർ ബുസ്താനി, PK മുഹമ്മദ്, ഹസീബ് മദനി, അബ്ദുൽ കരീം സലാഹി, ഉമറുൽ ഫാറൂഖ്, KK സക്കറിയ, KM ഷാനിർ, KA കബീർ എന്നിവർ സംസാരിച്ചു.